ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയ ദൈവജനമേ, വീണ്ടും വരാമെന്ന് വാഗ്ദത്തം ചെയ്ത ലോകരക്ഷിതാവായ ക്രിസ്തു യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഇവർക്കും എൻ്റെ സ്നേഹവന്ദനം. നീമതി യേശുവേ ചാനലിലൂടെ ദൈവവചനം കേൾക്കുവാൻ ഇവരെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപ നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ഇന്നലകൾ നടത്തിയ ദൈവം, ആ ദൈവത്തിൻ്റെ ശാശ്വതമായ ഭുജങ്ങളിൽ നമ്മെ ദൈവം വഹിച്ചിരിക്കുകയാണ്. എത്ര വലിയ സ്നേഹം പ്രിയമുള്ളവർ! ദൈവത്തെ പോലെ ആരുള്ളൂ? നമ്മെ സ്നേഹിച്ച് നമ്മെ വഴി നടത്തുന്ന, ആശ്വാസം നൽകുന്ന, വിഷമസന്ധിയിലൊക്കെ ചാരുവാൻ, അല്ലേ, യേശുവിൽ ചാരുന്ന ഒരനുഭവം. എത്ര വലിയ ആശ്വാസം! യേശുവിൽ, നമ്മുടെ കർത്താവിൽ ചാരി മുന്നോട്ട് പോകുന്ന ഒരനുഭവം. കൂടെ ഇരിക്കാം. ദൈവം നമ്മെ ഒരു നാളും കൈവിടുകയില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ അനാഥരായി വിടുകയില്ല, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ആമീൻ. അത്ഭുതങ്ങളെ കാണുമാറാക്കും. കർത്താവിൻ്റെ കരത്തെ മുറുകെ പിടിക്കാം. പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മിസ്രയീം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്ക, ഞാൻ അതിനെ നിറയ്ക്കും. എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രയേൽ എൻ്റെ വഴികൾ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളാമായിരുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായ സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതവേളയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നാഥ, അങ്ങയുടെ സന്നിധിയോളം കടന്നു വരുവാനും അവിടുത്തോട് പ്രാർത്ഥിക്കുവാനും ദൈവം ഞങ്ങളെ ഒരുക്കുന്നുണ്ടല്ലോ. സ്തോത്രം ചെയ്യുന്നു. ഈ വചനം ശ്രവിക്കുന്ന എല്ലാ അവിടുത്തെ മക്കൾക്കായി ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു. ദൈവം, എത്ര ഭാഗ്യമുള്ളവർ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം കേട്ടുകൊണ്ട് ഈ ഭൂമിയിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി, ആശീർവദിക്കപ്പെട്ടവരായി ജീവിക്കുവാൻ സർവശക്തനായ ദൈവം എല്ലാ നിലകളിലും ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കുന്നുണ്ടല്ലോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവേ, അവിടുത്തെ കൃപ കൂടെ ഇരിക്കുമാറാകട്ടെ. നല്ലത്, നന്മയായത് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കൃപയുള്ള ദൈവമേ, അവിടെ ഞങ്ങളെ കാത്തോളണം, ഞങ്ങളെ കൃപയെ ബലപ്പെടുത്തണം. വചനം കേട്ട് അതിൻ പ്രകാരം ജീവിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമെന്ന് യേശു രക്ഷിതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ, ആമീൻ. പ്രിയരെ, കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യം ഇതായിരുന്നു: മോശയോടും ജനത്തോടും പിൻപോട്ട് സഞ്ചരിച്ച് എവിടെ പാളയമിറങ്ങണമെന്നാണ് ദൈവം അരുളി ചെയ്തത്? ആൻസർ: പീഹാഹിരോത്ത് എന്ന സ്ഥലത്താണ് ദൈവം പാളയമിറങ്ങുവാനായിട്ട് പറഞ്ഞത്. പ്രത്യേകിച്ചും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തിയ എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വചനത്തോട് കാണിക്കുന്ന ആ ഒരു പോസിറ്റീവ് മൈൻഡ്, അവൻ്റെ മനസ്സ്, അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിൻ്റെ നന്മകൾ നമുക്കുണ്ടാകും നിശ്ചയമായിട്ടും. ദൈവത്തോട് കാണിക്കുന്ന അടുപ്പം, ദൈവത്തോട് കാണിക്കുന്ന ഇഷ്ടം, ദൈവത്തിലുള്ള വിശ്വാസം, നമ്മുടെ ആശ്രയം, അത് വലിയ വലിയ നന്മകൾക്ക് മുഖാന്തരമായി തീർക്കും. നമുക്കിത് ഒരുപക്ഷെ ഇന്നത് കാണുവാൻ കഴിയത്തില്ല. വരുന്ന നാളുകളിലൊക്കെ ആ നന്മകൾ അനുഭവിക്കുവാൻ ഈ ഭൂമിയിൽ തന്നെ ദൈവം നമ്മെ സഹായിക്കും. അതിനുമൊക്കെ ശ്രേഷ്ഠമായി നിത്യത എന്ന നന്മ നമുക്ക് അനുഭവിപ്പാൻ സാധിക്കും. അപ്രകാരം ദൈവം നമ്മെ ഒരുക്കട്ടെ. ഇന്നത്തെ വചനത്തിന് ധ്യാനത്തിന് ശേഷവും ഒരു ചോദ്യമുണ്ടാകും. ശ്രദ്ധയോടെ ഇന്നത്തെ വചനം നമുക്ക് കേൾക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി നിലനിൽക്കുന്ന ഫലം എന്ന ചിന്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നാം ധ്യാനിക്കുവാനായി പോകുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്ന്. യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്ന്. പ്രിയരെ, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തു എന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താകുന്നു? വാസ്തവത്തിൽ ദൈവമാണോ എന്നെ തിരഞ്ഞെടുത്തത്? അല്ലേ? എന്തിനായിരിക്കും ദൈവം എന്നെ തിരഞ്ഞെടുത്തത്? യോഹന്നാൻ സുവിശേഷം 15-16 വായിക്കുമ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ തിരഞ്ഞെടുപ്പ് നിത്യജീവനായുള്ള തിരഞ്ഞെടുപ്പല്ല. ഓക്കെ, ഇത് നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആകരുത്, ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ വചനത്തിൻ്റെ എൻഡ് വരെ കേട്ടാലേ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ. കാരണം ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ചിന്ത
അതായത് യേശു കർത്താവ് തൻ്റെ ശിഷ്യൻ ഗണത്തോടുകൂടെയാണ് പറയുന്നത്, ഞാൻ നിങ്ങളെന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നത്. ഇത് നിത്യതയ്ക്ക് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പല്ല, നിങ്ങൾ ഓർക്കുക. ദൈവം തിരഞ്ഞെടുപ്പ്, മറിച്ച് ഫലം കായ്ക്കുന്നതിനുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. ഫലം പുറപ്പെടുവിക്കുവാൻ, നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കുവാനുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് കർത്താവ് നടത്തുന്നത്. അങ്ങനെയെങ്കിൽ നിത്യതയ്ക്കുള്ള തിരഞ്ഞെടുപ്പല്ല എന്ന് പറഞ്ഞതിൻ്റെ കാതലായ ചിന്ത എന്താണ്? അതുകൂടെ ഞാനിവിടെ അത് വെളിപ്പെടുത്തി ഞാൻ മുന്നോട്ട് നമുക്ക് സഞ്ചരിക്കാം. ദൈവം നമ്മെ ഒരു ഉദ്ദേശത്തോട് വിളിക്കുകയാണ്. ഈ ഉദ്ദേശത്തെ നമ്മൾ സാധ്യമാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? നിത്യത എന്ന നന്മ കിട്ടും. നമ്മെ നിത്യതയ്ക്കായിട്ട് ദൈവം വിളിച്ചു, തിരഞ്ഞെടുത്തു എന്ന് ചിന്തിച്ച് അതിനെ മാത്രം നാം ഫോക്കസ് ചെയ്തിരിക്കുകയും എന്നാൽ ഈ ഭൂമിയിൽ യാതൊരു തരത്തിലുമുള്ള അല്ലെങ്കിൽ പ്രയോജനമുള്ള ജീവിതം കഴിക്കാതെയും വരുമ്പോൾ നമുക്ക് നിത്യത നഷ്ടമാകും. അതുകൊണ്ടാണ് ഞാൻ നേരെ തിരിച്ച് പറഞ്ഞത്, ഈ വിളി, ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? നിത്യതയല്ല, അത് സെക്കൻഡറി തിങ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നിങ്ങൾ ഫലം കായ്ക്കുന്നവരാകണം, അത് നിലനിൽക്കുന്ന ഫലം നൽകണം എന്നുള്ളതാണ്. എങ്കിലാണ് അത് ഓട്ടോമാറ്റിക്കലി യു വിൽ ഗെറ്റ് ഇറ്റേണൽ ലൈഫ്. നിങ്ങൾ അവിടെ നിത്യജീവൻ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാപിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതമാണ്. ഈ ഭൂമിയിലെ ജീവിതത്തിനെ നല്ല സൽപ്രവൃത്തികൾക്കായിട്ട് ദൈവം നമ്മെ തിരഞ്ഞെടുത്തു, എന്നെ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇത് യേശു പറഞ്ഞത് താൻ തിരഞ്ഞെടുത്ത ശിഷ്യഗണത്തോടാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. യേശു തൻ്റെ ശിഷ്യരെ തിരഞ്ഞെടുത്തത് നല്ല ഫലം പുറപ്പെടുവിക്കുവാനാണ്, അല്ലേ? കർത്താവായ യേശുവിൻ്റെ ജനനം, ജീവിതം എന്നൊക്കെ പറയുന്നത് നല്ല ഫലം പുറപ്പെടുവിക്കലിൻ്റെ അനുഭവമായിരുന്നു. ഈ ശുശ്രൂഷ തുടരുവാൻ വേണ്ടിയാണ് തൻ്റെ ശിഷ്യന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തത്. അതായത് വിത്ത് വിതയ്ക്കുക, വെള്ളവും വളവും നൽകുക, ഉണർന്ന് ഈ വൃക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഫലത്തിൻ്റെ കാവലാകുക, ഫലം നിലനിൽക്കുന്നതാകണം. ഇതാണ് ഇതിനുള്ളിലെ അന്തസത്ത എന്ന് പറയുന്നത്. പ്രിയരെ, നമുക്കെല്ലാവർക്കും വിളിയുണ്ട്, ദൈവികമായ തിരഞ്ഞെടുപ്പും നമുക്കുണ്ട്. ഇതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലേ? നാം പലപ്പോഴും ചിന്തിച്ചിരിക്കുന്നത് പ്രാർത്ഥിച്ച് ആരാധിച്ച് ഇങ്ങനെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെയാണ്. പക്ഷേ കർത്താവ് ഉദ്ദേശിച്ച ഒരു ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം അതല്ല. ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുന്ന അനുഭവം, നിങ്ങളിൽ ഒരു നന്മയുണ്ടാകും. അത് ഈ ലോകത്തിന്, ദൈവമക്കൾക്ക്, ദൈവരാജ്യത്തിന് പ്രയോജനമുള്ള ഒരു നന്മ നിങ്ങളിൽ ഉണ്ടാകുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ആത്മപരിശോധനയ്ക്കായി ഞാൻ ചോദിക്കുകയാണ്, ഈ ഭൂമിക്ക് നന്മയായ അല്ലെങ്കിൽ ലോകത്തിന് നന്മയായ, ദൈവരാജ്യത്തിന് നന്മയായ എന്ത് ഫലമാണ് എന്നിൽ ഞാൻ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു പക്ഷേ നിങ്ങൾ ഇപ്രകാരം പറയും, ഞാൻ ആയിരിക്കുന്ന പ്രൊഫഷൻ, അല്ലെ, എൻ്റെ ജോലിയിൽ ഞാൻ വളരെ കമ്മിറ്റഡ് ആണ്, ഞാൻ സമർപ്പണത്തോടെ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. യെസ്, യു ആർ ഗെറ്റിംഗ് വേജസ്. നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നുണ്ട്, ശരിയല്ലേ? ശമ്പളം വാങ്ങുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. യു ആർ ഡൂയിങ് യുവർ റെസ്പോൺസിബിലിറ്റി. പക്ഷെ കർത്താവ് അതല്ല ഉദ്ദേശിച്ചത്. ദൈവം ഉദ്ദേശിച്ചത് നിങ്ങൾ എന്ത് ഫലമാണ് കായ്ച്ചുകൊണ്ടിരിക്കുന്നത്. ദ ഹോൾ ബൈബിൾ ഈസ് ഇൻ യുവർ ഹാൻഡ്, അല്ലേ? മുഴുവൻ ബൈബിളും നിങ്ങൾ, ആ ബൈബിളിൻ്റെ പൂർണ്ണത നിങ്ങളുടെ കരങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ഈ ബൈബിൾ നിലനിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഈ ലോകത്തിന്, ദൈവരാജ്യത്തിന് നൽകുവാൻ കഴിയുന്നു എന്നതാണ്. എനിക്കെന്ത് നൽകുവാൻ കഴിഞ്ഞു? ഇന്നിൻ്റെ നാളുകളിൽ എനിക്കെന്ത് നൽകുവാൻ കഴിയുന്നു? ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്യുവാൻ ഞാനെന്ന പേഴ്സണ് കഴിയുന്നുണ്ടോ? രാവിലെ എഴുന്നേൽക്കുന്നു, വീട്ടുകാര്യങ്ങൾ നോക്കുന്നു, വളരെ തിരക്ക് പിടിച്ച അനുഭവത്തിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ഒരുക്കുന്നുണ്ട്, വാഹനമെടുക്കുന്നു, ജോലിക്ക് പോകുന്നു, അവിടെ വളരെ ബിസി ആയിരിക്കുന്നു, തിരിച്ച് വീട്ടിൽ വരുന്നു, ഉറങ്ങുന്നു, വീണ്ടും രാവിലെ എഴുന്നേറ്റ് അത് തന്നെയാണ് ചെയ്യുന്നത്. ഇതിനപ്പുറം ഒരു വേൾഡ് നമുക്കുണ്ടോ? ഇതിനപ്പുറത്തൊരു ലോകം നമുക്കുണ്ടോ? നമുക്ക് ഇതിനപ്പുറത്തൊരു ലോകത്തെ നോക്കിക്കാണുവാൻ കഴിയുന്നുണ്ടോ? സംതിങ് സ്പെഷ്യലി, അല്ലേ? എന്തെങ്കിലും പ്രത്യേകതയുള്ള ഒരു ശുശ്രൂഷ നാം ചെയ്യുന്നുണ്ടോ? ദൈവത്തിന്
നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട്, ലക്ഷ്യമുണ്ട് പ്രിയരെ. നമ്മെ വെറുതെ ദൈവം സൃഷ്ടിച്ചതല്ല, അല്ലേ? ചിലരൊക്കെ തങ്ങളുടെ ജീവിതത്തിൻ്റെ ആരംഭ കാലഘട്ടത്ത് ദൈവിക പദ്ധതികളെക്കുറിച്ച് ഉണരും. എന്നിലെ ദൈവിക പദ്ധതിയെ അറിഞ്ഞ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ലോകത്തിലൊരു സിസ്റ്റമുണ്ട്, വ്യവസ്ഥിതിയുണ്ട്. എൻ്റെ കുടുംബം, എൻ്റെ ജോബ്, അല്ലെ എൻ്റെ മക്കൾ, ഈ ഒരു വ്യവസ്ഥിതിയുണ്ട്. ഇതിൽ നിന്നുകൊണ്ട് അവർ ഒന്ന് വ്യത്യസ്തമായി ചിന്തിക്കും. ദൈവമേ, എനിക്ക് നൽകിയ ജീവൻ, എൻ്റെ തിരഞ്ഞെടുപ്പ്, എൻ്റെ വിളി, ഇതിലുള്ള ദൈവിക ഉദ്ദേശം എന്താണ്? അത് ഞാൻ നിറവേറ്റണം. അതുകൊണ്ട് അവർ ടേൺ ചെയ്യും. സത്യവേദ പുസ്തകത്തിൽ വളരെ ശക്തമായി വേരൂന്നി നിന്നുകൊണ്ട് അവർ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ സന്നദ്ധരാകും, സജ്ജരാകും. അതിനുവേണ്ടി ദൈവം തങ്ങൾക്ക് തന്നിട്ടുള്ള സമയം, എനർജി, ആരോഗ്യം, വിഭവങ്ങൾ, സമ്പത്ത്, ഇതൊക്കെ സ്പെൻഡ് ചെയ്യുവാൻ അവർ ഒരുക്കമുള്ളവരായിത്തീരും. അവിടെയാണ് ജീവിതത്തിൻ്റെ പൂർണ്ണത, അവിടെയാണ് ജീവിത വിജയത്തിൻ്റെ രഹസ്യമെന്ന് പറയുന്നത്. പ്രിയമുള്ളവർ, ചില ബാരിക്കേഡുകൾ നാം പൊട്ടിച്ച് പുറത്തു വരണം. കർത്താവിനായി പ്രകാശിക്കണമെങ്കിൽ, ലോകത്തിൻ്റെ ഉപ്പായി മാറണമെങ്കിൽ, ലോകത്തിൻ്റെ വെളിച്ചമായി തീരണമെങ്കിൽ ചില ബൗണ്ടറീസ് കടന്ന് നാം പുറത്തു വരണം. ദൈവത്തിന് വേണ്ടി എരിയുന്ന, പ്രകാശിക്കുന്ന വിളക്കുകളായി തീരുവാൻ. ചിലപ്പോഴൊക്കെ നാം ഫലം പുറപ്പെടുവിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ചിലരൊക്കെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മാത്രം ചില ചാരിറ്റി പോലുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്നവരൊക്കെയുണ്ട്. പക്ഷേ അതൊന്നുമല്ല പ്രിയമുള്ളവർ. അതിൽ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു സൽപ്രവൃത്തി ചെയ്യുവാൻ വരുമ്പോൾ, ഒരു ദൈവിക പ്രവൃത്തി ചെയ്യുവാൻ മുൻവരുമ്പോൾ ഓർക്കുക, അത് നിലനിൽക്കുന്ന ഒന്നാകണം, നശിച്ചു പോകരുത്. അപ്പോൾ വളരെ കോൺഷ്യസ് ആയിരിക്കണം. നാം ചെയ്യുവാൻ പോകുന്ന ആ പ്രവൃത്തിയിൽ നാം വളരെ ജാഗരൂകരായിരിക്കണം. നമുക്കതിലൊരു വിഷൻ ഉണ്ടായിരിക്കണം, ഒരു ദർശനം ഉണ്ടായിരിക്കണം, അതിലൊരു പെർസ്പെക്റ്റീവ് ഉണ്ടായിരിക്കണം. അതായിരിക്കും നമ്മുടെ ജീവിതത്തിനെ സക്സസ്സിലേക്ക് നയിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയമുള്ളവരെ, നിങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്നുണ്ടാകാം, പക്ഷെ അത് നിലനിൽക്കുന്ന ഫലമായിരിക്കണം. അന്ധമായിട്ട് ചെയ്യുന്നതാകാം, നിലനിൽക്കുന്ന ഫലമാകണം. നമുക്കറിയാം, ഈ മാവിൽ വൃക്ഷങ്ങൾ, വൃക്ഷങ്ങൾ, ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ, അതിൽ പൂക്കാറുണ്ട്. പൂ പൂത്ത ശേഷം അതിൽ കായ്കൾ വരാറുണ്ട്. ഈ ആരംഭത്തിൽ വരുന്ന കായ്കളെല്ലാം തന്നെ വലുതായി വലിയ ഫലമാകണമെന്നില്ല, അല്ലേ? ഈ പൂക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. ഈ വർഷം എൻ്റെ മാവ് പൂത്തു, വലിയ സന്തോഷമാണ്. പക്ഷെ സെക്കൻഡ് സ്റ്റേജ് എന്താണ്? കായ്കൾ. എല്ലാ പൂക്കളിലും കായ്കൾ ഉണ്ടാകണമെന്നില്ല. കായ്ക്കുന്ന എല്ലാ കായ്കളും അത് പൂർണ്ണത എത്തി യജമാനന് പ്രയോജനമുള്ളതായി തീരണമെന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നല്ലോ, നിലനിൽക്കുന്ന ഫലമല്ലാതെ. കുറച്ചു കാലം അത് ചെറിയ കായാകുന്നു, പിന്നെ അത് പൊഴിഞ്ഞു പോകുന്നു, അത് കൊഴിഞ്ഞു പോകുന്നു. ഒരു കാറ്റ് വരുമ്പോൾ, ഒരു മഴയുണ്ടാകുമ്പോൾ ഈ പൂവ്, ചെറിയ കായ്കൾ, ഇതൊക്കെ ചിലപ്പോൾ നല്ല ശക്തമായ കാറ്റടിക്കുമ്പോൾ ഇച്ചിരി പാകമായ ചില ഫലങ്ങൾ വരെ വീണു പോകാറുണ്ട്. നിൽക്കുവാൻ കഴിയുന്നില്ല, നിൽക്കുവാൻ കഴിയാതെ. ഞാൻ പറഞ്ഞു വരുന്നത്, ജീവിതത്തിൽ നാം കൊടുക്കുന്ന ഫലങ്ങൾ നിലനിൽക്കുന്ന ഫലമാകണം. നിലനിൽക്കുന്ന ഫലങ്ങൾ. ഈ സ്ഥായിയായ ഫലമുണ്ടാകുവാൻ നാം എന്ത് ചെയ്യണം? അതാണ് ഇന്നത്തെ തിരുവചനത്തിൻ്റെ കാതലായ ഭാഗം. എന്നിൽ ഞാൻ ഫലം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അത് സ്ഥായിയാകണം, പെർമനൻ്റ് ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനായി ഞാൻ എന്ത് ചെയ്യണം? യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ഫലം കായ്ക്കുന്നതിന് ആദ്യം നാം ചെയ്യണം, നാം ക്രിസ്തുവിൽ വസിക്കണം എന്നാണ്. നാം നമ്മുടെ സെൽഫിൽ വേരൂന്നി നിൽക്കാതെ ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് നാം എന്ത് ചെയ്യണം? പ്രവർത്തിച്ചു തുടങ്ങണം. ആമേൻ. അപ്പോൾ നാം ഏത് പ്രവൃത്തിയും ചെയ്യാൻ വന്നാലും, ഫലം പുറപ്പെടുവിക്കാൻ വരുമ്പോൾ എൻ്റെ സ്റ്റാൻഡ്, എൻ്റെ നിൽപ്പ് ക്രിസ്തുവിലായിരിക്കണം. അത് അടിസ്ഥാനമാണ്. ഫൗണ്ടേഷൻ ക്രിസ്തുവാകണം. ഇന്ന് ലോകത്തിൽ ഒരുപാട് പേര് ചാരിറ്റി ചെയ്യുന്നുണ്ട്. ക്ലബ്ബുകൾ, ലയൺസ് ക്ലബ്ബ് പോലുള്ള ഒരുപാട് ഓർഗനൈസേഷനുകളുണ്ട് ചാരിറ്റി മാത്രം ഫോക്കസ് ചെയ്യുന്നത്. ഇവരെല്ലാം ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ ചോദിച്ചേക്കാം, ക്രിസ്തു കേന്ദ്രീകൃതമല്ലാതെ ചെയ്യുന്നതൊന്നും നല്ലതല്ലേ എന്നൊക്കെ ചോദിച്ചേക്കാം. പക്ഷെ ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ദൈവ പൈതലിനോടുകൂടെയാണ്. ദ ഹോളി ബൈബിൾ, സത്യവേദ പുസ്തകത്തെ വിശ്വസിക്കുന്ന, സ്നേഹിക്കുന്ന മക്കളോട് പറയുകയാണ്, നിങ്ങൾ മറ്റുള്ളവർ, നിങ്ങൾ വിശേഷതയുള്ളവരാകുന്നു.
നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നിലനിൽക്കുവാൻ നിങ്ങൾ കർത്താവിൽ നിങ്ങൾ വസിക്കണമെന്നുള്ളതാണ്. കർത്താവിനോടൊപ്പം ചേർന്ന് ചെയ്യണം, കർത്താവിനോടൊപ്പം വസിക്കണം, കർത്താവിനോടൊപ്പം സഞ്ചരിക്കണം, കർത്താവിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൽ വസിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ക്രിസ്തുവുമായുള്ള ബന്ധം സജീവമാക്കുക എന്നതാണ്, ആക്റ്റീവ് റിലേഷൻഷിപ്പ് അല്ലേ. ഈ ആക്റ്റീവ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ എന്നോ ഒരിക്കൽ എവിടെയോ വെച്ച് കണ്ടുമുട്ടി അല്ലേ, അന്ന് പരിചയപ്പെട്ടു, വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നൊക്കെ നമ്മൾ വാക്ക് പറഞ്ഞു. പക്ഷേ ഇന്ന് വരെ വർഷങ്ങൾ കുറേയായി ആ വ്യക്തിയെ കണ്ടിട്ടില്ല, ഒരു കമ്മ്യൂണിക്കേഷനും നമുക്കുണ്ടായിട്ടില്ല. പിന്നെ ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു വിവാഹ വീട്ടിലോ വീണ്ടും ഒരു വിഷയം എന്തെങ്കിലും കണ്ടുമുട്ടുമായിരിക്കും ആ വ്യക്തിയെ. അപ്പോൾ അത് ആക്റ്റീവ് റിലേഷൻഷിപ്പ് അല്ല. നമ്മുടെ ക്രിസ്തുവുമായുള്ള ബന്ധം സജീവമാണ്, അതിങ്ങനെ ആക്റ്റീവ് ആയിക്കൊണ്ടേയിരിക്കണം, അത് അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കണം. അവിടെയാണ് ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. അതെപ്പോഴും നമുക്കുണ്ടാകണം. നമുക്കറിയാം, ചിലർ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാറുണ്ട്. ബാങ്ക് അക്കൗണ്ട് തുടങ്ങി ആദ്യത്തെ ഒരു 3 മാസം 6 മാസം അക്കൗണ്ടിൽ ക്യാഷ് ഇടുകയും വിഡ്രോ ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ദീർഘവർഷം, 1 വർഷം 2 വർഷം കഴിയുമ്പോൾ ബാങ്കിൽ നിന്ന് വരും, താങ്കളുടെ അക്കൗണ്ട് ശരിയായ ഇടപാടുകൾ നടത്തിയിട്ടില്ല, 2 വർഷമായി യാതൊരുവിധമായ ഇടപാടുകളും ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുവാൻ പോവുകയാണ്, താങ്കളുടെ അക്കൗണ്ട് ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ്. താങ്കൾക്ക് എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ ഇന്ന ദിവസത്തിനകം ഇത്ര ദിവസത്തിനകത്തൊന്ന് ബാങ്കിൽ മാനേജറെ വന്ന് കാണുക അല്ലേ. ഒന്ന് ചിന്തിച്ച്, ദൈവവുമായുള്ള ബന്ധത്തിൽ നമുക്ക് എത്രത്തോളം ആക്റ്റീവായിരിക്കുന്നു. ആക്റ്റീവ് റിലേഷൻഷിപ്പ്, നമ്മുടെ ബന്ധം സജീവമാകണം, നാൾതോറും അതിൽ ആക്റ്റീവായിക്കൊണ്ടേയിരിക്കണം. 2, ക്രിസ്തുവുമായി നിരന്തര ബന്ധം, അതൊരു പെർമനൻ്റ് റിലേഷൻഷിപ്പ് ആകണം. പെർമനൻ്റ്, ടെമ്പററി ആകരുത്. എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി, അത്യാവശ്യത്തിന് വേണ്ടി ഓടി വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവത്തോട് കരയുന്ന, നിലവിളിക്കുന്ന ഒരു പ്രകൃതം മാറ്റിയിട്ട് എപ്പോഴും നിരന്തരമായി എൻ്റെ സന്തോഷത്തിലും എൻ്റെ ദുഃഖത്തിലും എൻ്റെ ഉയർച്ച താഴ്ചയിലും എപ്പോഴും ഞാൻ എൻ്റെ ദൈവവുമായുള്ള ബന്ധത്തിൽ. ഇതാണ് ഒരു ദൈവപൈതലിന് വേണ്ടത്. അവരുടെ ജീവിതത്തിലാണ് യഥാർത്ഥമായി നിലനിൽക്കുന്ന ഫലം കായ്ക്കുവാൻ കഴിയുന്നത്. കാരണം ആ എനർജി ഉണ്ടാകും, ആ ഒരു ചൂട്, ഒരു ദൈവികമായ ചൂട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും, ദൈവികമായ സാന്നിധ്യം ഉണ്ടാകും. അവർ ചെയ്യുന്നതിലൊക്കെ ഓരോന്നിലും ദൈവത്തിൻ്റെ മഹത്വം ദർശിപ്പാൻ സാധിക്കും, ദൈവിക അത്ഭുതങ്ങൾ കാണുവാനായി സാധിക്കുമെന്നതാണ്. ഇതിനാൽ നാം ശുദ്ധീകരണം പ്രാപിക്കും, നല്ല ഫലം പുറപ്പെടുവിപ്പാൻ കഴിയുമെന്നതാണ് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത്. 2ാമതായി, ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കുവാൻ, ഫലം നൽകുവാൻ നമുക്ക് വേണ്ടത് പ്രാർത്ഥന ജീവിതമാണ്. 1 ക്രിസ്തുവിൽ വസിക്കണം, 2 പ്രാർത്ഥനാ ജീവിതമാണ്. അതിൽ നാം മനസ്സിലാക്കണം, നിരന്തരമായ പ്രാർത്ഥന നമ്മിൽ ഉണ്ടാകണം. പ്രാർത്ഥനയില്ലാത്ത യാതൊരു പ്രവൃത്തികളും അത് ഫലശൂന്യമത്രേ എന്ന് നാം തിരിച്ചറിയുക. പ്രാർത്ഥിക്കുമ്പോൾ അതിനർത്ഥം ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ നാം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ നാം ഇഷ്ടപ്പെടുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഈ ദൈവത്തെ കൂടാതെ ചാരിറ്റി ചെയ്യുന്നവർ അല്ലെങ്കിൽ മറ്റു ഓർഗനൈസേഷൻ, ഇവരൊക്കെ ദൈവത്തെ കൂട്ടുപിടിക്കാതെ ചെയ്യുന്നവരാണ് അല്ലേ. സൃഷ്ടിതാവിനെ കൂട്ടുപിടിക്കാതെ സ്വയം ചെയ്തുകൊണ്ടിങ്ങനെ അവർ പോകുന്നു. അവർക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നു ചെയ്തു പോകുന്നു. പക്ഷേ ദൈവത്തെ ഒന്ന് കൂട്ടുപിടിച്ച് സൃഷ്ടിയിൽ നന്മ ചെയ്യുവാൻ നിങ്ങൾ വരുമ്പോൾ, ഈ ലോകത്ത് നന്മ ചെയ്യുവാൻ നിങ്ങൾ ഒരുങ്ങുമ്പോൾ, ഈ ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ ഒന്ന് കൂട്ടുപിടിച്ച്, വാട്ട് വിൽ ബി എ ബ്ലെസ്സിങ്സ്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ വീട്ടിൽ ഒരു ഫങ്ഷൻ നടത്തുവാൻ പോകുമ്പോൾ അപ്പനോട് പറയാതെ, കുടുംബനാഥയെ അമ്മയോടൊന്നും ആലോചിക്കാതെ പറയാതെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും ഉണ്ടാകുക? ആ വീട്ടിൽ ഒരനിഷ്ടം എപ്പോഴും അവിടെ തങ്ങി നിൽക്കില്ലേ? ഒന്ന് ചിന്തിക്കുക. മക്കൾ എന്തൊക്കെയോ അവർ കാട്ടിക്കൂട്ടുകയാണ്, പക്ഷെ അപ്പനെയും അമ്മയും കൂട്ടുന്നില്ല, അവിടെ ആലോചിക്കുന്നില്ല. ഇത് തന്നെയാണ് ഈ ലോകത്തിൽ നാം ചെയ്യുന്ന സകലവിധമായ പ്രവൃത്തികൾ. പക്ഷേ നമുക്ക് വാദിക്കുവാൻ ഒരുപാടുണ്ടാകും. ഞാൻ ചെയ്യുന്നത് ഉന്നതമായ പ്രവൃത്തിയാണ്, ശ്രേഷ്ഠകരമായ പ്രവൃത്തിയാണ്, ആരും ചെയ്യാത്ത ഒരു ദിവ്യമായ പ്രവൃത്തിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ നിങ്ങൾ അഭിമാനിക്കുമ്പോഴും നിങ്ങൾ സൃഷ്ടിതാവിനെ നിങ്ങൾ അതിനോടൊപ്പം കൂട്ടിയിട്ടില്ല. പ്രിയമുള്ളവരെ,
ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ ഇഷ്ടപ്പെടും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ. അതുകൊണ്ടാണ് പഴമക്കാർ അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പണ്ടേ പറയുന്നത്, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും പ്രാർത്ഥിച്ച് ചെയ്യണം, പ്രാർത്ഥനയോടുകൂടെ ചെയ്യണം, പ്രാർത്ഥനയോടുകൂടെ പ്രവർത്തിക്കണം, പ്രാർത്ഥനയിൽ തന്നെ നിങ്ങൾ അവസാനിപ്പിക്കണം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. പ്രിയരെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റായ വഴി നടത്തുതൽ ഉണ്ടാകുകയില്ല, ഒരു മിസ്ലീഡിങ് ഉണ്ടാകുകയില്ല. നിങ്ങൾ കറക്റ്റ് പാത്തിൽ നിങ്ങൾ പോകും. ആർക്കും നിങ്ങളെ വഴിതെറ്റിച്ച് വിടുവാൻ കഴിയുന്നതല്ല. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ പ്രവർത്തിക്കുമ്പോൾ, പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ, നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ പ്രവൃത്തികൾ അത് പ്രാർത്ഥന അധിഷ്ഠിതമായി ചെയ്യുമ്പോൾ ആർക്കും നിങ്ങളെ വഴിതെറ്റിക്കുവാൻ കഴിയുന്നതല്ല. അതുമാത്രമല്ല, ന്യായമായ നീതിയുടെ വഴികളിൽ നിങ്ങൾക്ക് സഞ്ചരിക്കുവാനാകും. ആർക്കും നിങ്ങളെ പിന്തിരിപ്പിക്കുവാൻ കഴിയുകയില്ല. നിങ്ങൾ സഞ്ചരിക്കുന്നതൊക്കെ ന്യായവും നീതിയുമുള്ള വഴികളിലൂടെയായിരിക്കും. പ്രിയമുള്ളവരെ, 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, നാം നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ നാം ക്രിസ്തുവിൽ വസിക്കണം. 2, ശരിയായ ശക്തമായ പ്രാർത്ഥനാ ജീവിതം നമ്മിലുണ്ടാകണം. മൂന്നാമത്തേത്, നമ്മുടെ ജീവിതവും പ്രവൃത്തിയും ദൈവ വചന അനുസൃതമാകണം എന്നതാണ്. നമ്മുടെ ജീവിതവും പ്രവൃത്തിയും ദൈവ വചനത്തിന് അനുസൃതമായിരിക്കണം. എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ജീവിക്കുന്നതല്ല, എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ഫലം പുറപ്പെടുവിക്കുന്നതല്ല, മറിച്ച് ദൈവവചനം എന്ത് പറയുന്നുവോ അതിൻ പ്രകാരം. ഒന്ന് ഉൽപ്പത്തി പുസ്തകം തൊട്ട് വായിച്ചു തുടങ്ങിയ ദൈവം തൻ്റെ ജനത്തെ നടത്തുന്നതെല്ലാം തൻ്റെ ആലോചന പ്രകാരമാണ്. ആ പാത്താണ് ഇന്നും ക്രിസ്തുവിലൂടെ, അപ്പോസ്തലന്മാരുടെ ശിക്ഷണത്തിലൂടെ, ആദിമസഭയിലൂടെ ഇന്ന് ആധുനിക സഭയിൽ എത്തി നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ബൈബിൾ പഠിച്ചു, ഞാൻ വായിച്ചു, ഗ്രഹിച്ചു, സഭാ ചരിത്രത്തെക്കുറിച്ച് പഠിച്ചവരാകാം, ഒരു വലിയ ക്രൈസ്തവ പാരമ്പര്യം എനിക്കുണ്ടാകാം, ഒരു മെയിൻ ലൈൻ ചർച്ചസിലെ അംഗമാകാം, ഇതൊക്കെ ഓക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്താലും ദൈവവചനത്തിൽ നിന്നുകൊണ്ട് ചെയ്യും. ദൈവവചനത്തിന് അനുസൃതമായി നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങളുടെ ഫലം നിലനിൽക്കുന്ന ഫലമായി തീരും. നിങ്ങൾ മരണപ്പെട്ടു പോയാലും നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുണ്ടല്ലോ, അത് നിലനിൽക്കുന്ന ഒരു പ്രവൃത്തിയായി മാറുമെന്നത് ഒരിക്കലും നാം മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, അതെപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മയിലുണ്ടാകണം. വചനത്താൽ സ്ഥാപിക്കപ്പെടാത്തത് എത്ര ആകർഷണീയമായി, എത്ര ശക്തമായി തോന്നിയാലും അത് അനുകരിക്കരുത്, പിൻപറ്റരുത്. ഇത് ദൈവജനത്തോടുള്ള ഒരു മുന്നറിയിപ്പാണ്. വചനത്താൽ സ്ഥാപിക്കപ്പെടാത്തത് ഈ ലോകത്തിൽ എന്തു തന്നെയായാലും, എത്ര തന്നെ ആകർഷണീയമായാലും, എത്ര തന്നെ ശക്തിയുള്ളതായി തോന്നിയാലും അതിനെ അനുകരിക്കരുത്, അത് പിൻപറ്റരുത്. കാരണം അത് ദൈവവചനത്താൽ സ്ഥാപിതമായതല്ല. ഇതൊക്കെയാണ് ഒരു ദൈവ പൈതലിനെ ഒരുക്കിയെടുക്കുന്ന അനുഭവം. പ്രിയമുള്ളവരെ, ഞാൻ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ അവിടെ ദൈവ സാന്നിധ്യമുണ്ടോ? പ്രിയമുള്ളവർ, ഞാൻ ആരോടെങ്കിലും കൂട്ടുപിടിക്കുമ്പോൾ അവരിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടോ? എങ്കിൽ മാത്രമേ, അവരിൽ ദൈവത്തിൻ്റെ വചനമുണ്ടോ? എങ്കിൽ മാത്രമേ അതിൽ നിൽക്കാവൂ. ഇല്ല എങ്കിൽ നിങ്ങളറിയാതെ നിങ്ങൾ തകർക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ഒരുപാട് നിങ്ങളെ ദൈവത്തിൽ നിന്നും അടർത്തിയെടുക്കും, നിങ്ങൾ പോലും അറിയാതെ. ബഹുദൂരം സഞ്ചരിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ, എൻ്റെ ദൈവമേ, ഞാൻ ഒരുപാട് മാറിപ്പോയല്ലോ, ഞാൻ ഒരുപാട് വഴി തെറ്റി ഞാൻ സഞ്ചരിച്ചു പോയല്ലോ എന്ന് ദുഃഖിക്കുവാനിടയാകും. പ്രിയമുള്ള, വീണു പോകുന്ന അനുഭവങ്ങൾ മറന്നു പോകരുത്. ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്തുവുമായുള്ള ഒരു ബന്ധം, പ്രാർത്ഥനാ ജീവിതം, ദൈവവചനത്തിന് അനുസൃതമായ ജീവിതവും പ്രവൃത്തിയും നമുക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെ ലോകപരമായ പ്രവൃത്തികളെ, ഉപദേശങ്ങളെ നാം നിരസിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നത്. നാലാമതായി, സകല പ്രയത്നങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ അധിഷ്ഠിതമാകണം. നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. വി നീഡ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പോസ്തല പ്രവൃത്തികൾ 1:8 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, പരിശുദ്ധാത്മ ശക്തി ലഭിച്ചിട്ട് പിന്നെ ഏറ്റവും ഒടുവിൽ പറഞ്ഞ്, നിങ്ങൾ സാക്ഷികൾ ആകും. നിങ്ങൾ ലോകം മുഴുവനും നിങ്ങൾ സാക്ഷികളാകും. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങൾ പ്രാപിച്ചു കഴിഞ്ഞാൽ സാക്ഷികൾ, ഈ പദം നിങ്ങൾ മറന്ന്, നിങ്ങൾ ആക്കും. അപ്പോൾ നമുക്ക് വേണ്ടതെന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിന് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. സാക്ഷികൾ എന്നത് നിലനിൽക്കുന്ന ഒരു ഫലമാകുന്നു. സാക്ഷികൾ, യെസ്, ഹീ ഈസ് ദ സൺ ഓഫ് ഗോഡ്, ഹീ ഈസ് ദ ചൈൽഡ് ഓഫ് ഗോഡ്, അല്ലെ എന്ന് പറയുന്ന തരത്തിൽ അത് നിലനിൽക്കുന്ന ഒരു ഫലമാണ്. സാക്ഷികളെന്നാൽ ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവർ, ക്രിസ്തുവിനെ പിൻപറ്റുന്നവർ,
ക്രിസ്തുവിൻ്റെ ആലോചന പ്രകാരം നടക്കുന്നവർ, ക്രിസ്തുവിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നവർ, ക്രിസ്തുവിൻ്റെ പദ്ധതികൾക്ക് പങ്കാളികളായി തീരുന്നവർ, അവരാണ് യഥാർത്ഥമായ സാക്ഷികൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ സകല എഫർട്ടുകളും പ്രയത്നങ്ങളും അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ അധിഷ്ഠിതമാകട്ടെ. അവിടെയാണ് ഒരു സക്സസ്. പ്രിയമുള്ളവരെ, ഞാൻ സ്വയമേ അല്ല, ഞാൻ പ്രാർത്ഥിച്ച്, ഞാൻ ധ്യാനിച്ച്, മന്നം ചെയ്ത് എൻ്റെ വിഭവങ്ങളെ, എൻ്റെ എനർജിയെ, എൻ്റെ ആരോഗ്യത്തെ ഒക്കെ ഞാനിതാ നൽകുന്ന ഒരു ചിത്രം അത് ദൈവത്തിൽ അധിഷ്ഠിതമായി, ദൈവവചനത്തിൽ അധിഷ്ഠിതമായി തന്നെ ചെയ്യണമെന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലായിട്ട് നാം നൽകുന്ന ഫലം നിലനിൽക്കണമെങ്കിൽ സ്വയവർജകമായിരിക്കണം. ഫലം നിലനിൽക്കണമെങ്കിൽ സ്വയമായിട്ടുള്ള ആലോചനകളല്ല, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആകരുത്, സ്വയം പ്രശംസയ്ക്ക് വേണ്ടി ആകരുത്, പ്രസിദ്ധിക്കായി അരുത്, അങ്ങനെ സ്വയം അധപ്പതിക്കുന്ന അനുഭവത്തിലേക്ക് പോകരുത്. ഇന്ന് നാം കൂടുതലും ഈ ലോകത്ത് നോക്കിക്കാണുന്നത്, സഭയിലായാലും സമൂഹത്തിലായാലും നോക്കിക്കാണുന്നത് എല്ലാം സ്വയപ്രശംസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ പ്രശസ്തിക്ക് വേണ്ടി ഒക്കെയാണ് ഇന്ന് ഒരുപാട് പേർ ഫലം പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ചെയ്തു, ഞങ്ങൾ ചെയ്തു, എൻ്റെ കാലഘട്ടത്തിൽ ചെയ്തു, എൻ്റെ കുടുംബം ചെയ്തു, എൻ്റെ മക്കളാണത് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് സ്വയം പ്രശസ്തിക്കും സ്വയം പ്രശംസയ്ക്കും വേണ്ടി നിലകൊള്ളുന്നവർ. പ്രിയമുള്ളവരെ, ഇതൊന്നും നിലനിൽക്കുന്ന ഫലങ്ങൾ അല്ല എന്ന് നാം മനസ്സിലാക്കുക. നമുക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ, എക്സ്പീരിയൻസ് ഉണ്ട് ജീവിതത്തിൽ. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കടന്നുപോയവരൊക്കെ നാം കണ്ടതാണ്. അതുകൊണ്ട് സ്വയവാർജകമായ ഒരനുഭവം നമ്മിലുണ്ടാകണം. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമുക്ക് അനിവാര്യമെന്ന് മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, 5 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ പ്രയോജനപ്പെടണമെങ്കിൽ, ഒന്ന്, നാം ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് നാം പ്രവർത്തിക്കണം. നാം ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് നാം ജീവിക്കണം. രണ്ടാമതായി ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന ജീവിതം ഉണ്ടാകണം. 3, ദൈവവചനത്തിന് അനുസൃതമാകണം. 4, പരിശുദ്ധാത്മാവിൽ അധിഷ്ഠിതമാകണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും. ഏറ്റവും ഒടുവിലായി ഞാൻ പറഞ്ഞത്, സ്വയവർജകമായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ എഫർട്ടുകൾ. പ്രിയമുള്ളവരെ, ദൈവത്തിന് പ്രയോജനമുള്ള ദാസരായി മാറാം. നിലനിൽക്കുന്ന ഫലങ്ങൾ ഈ ഭൂമിയിൽ കൊടുക്കുക. സൃഷ്ടാവിന് വേണ്ടി നിലനിൽക്കുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന നല്ല ജീവിതങ്ങളായി നാം മാറണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതശൈലി ക്രിസ്തുവിനെ ഉയർത്തുന്നതാകണം. എപ്പോഴും ഒരു യഥാർത്ഥ ദൈവ പൈതലിൻ്റെ ജീവിത ശൈലി, ജീവിത രീതി എപ്പോഴും ഈ ക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിലൂടെ ഉയർത്തി കാണിക്കുന്നതാകണം. 2, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതാകണം അവരുടെ ജീവിതവും പ്രവൃത്തിയും. എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം, എൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായി തീരണം. പ്രശംസ എനിക്കല്ല, അത് ക്രിസ്തുവിനായി തീരട്ടെ. കാലത്തിൻ്റെ മാറ്റത്തിന് മായിച്ച് കളയുവാൻ കഴിയാത്തതാകണം നാം പുറപ്പെടുവിക്കുന്ന ഓരോ ഫലങ്ങളും. പ്രിയമുള്ളവരെ, കാലത്തിൻ്റെ മാറി മാറി വരുന്ന കാലഘട്ടത്തിന് മാറ്റുവാൻ കഴിയാത്തത്, മായിച്ച് കളയുവാൻ കഴിയാത്തതാകണം ഞാനും നിങ്ങളും പുറപ്പെടുവിക്കുന്ന ഫലങ്ങൾ. പ്രിയമുള്ളവരെ, അത് നിലനിൽക്കുന്ന ഫലങ്ങളാക്കി മാറ്റണം. നാം പുറപ്പെടുവിക്കുന്ന ഫലങ്ങൾ ഭൂമി നിലനിൽക്കണം. നാം മൺമറഞ്ഞു പോയാലും പ്രിയമുള്ളവരെ, അത് ജീവിക്കുന്ന സ്മാരകങ്ങളായി ശേഷിക്കപ്പെടണം. നമ്മിലെ നന്മകൾ അതെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഓർത്തുകൊള്ളുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പ്രകാരം നിലനിൽക്കുന്ന ഫലങ്ങൾ കായ്ക്കുവാൻ നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇന്നത്തെ ചോദ്യം ഇതാണ്: നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്ന് ആരാണ് പറഞ്ഞത്? നിങ്ങളുടെ ഉത്തരം, മറുപടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അവരും അനുഗ്രഹീതരാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മെ സഹായിക്കട്ടെ. ആമീൻ. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന പരിശുദ്ധനായ സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹത്തിൻ്റെ ഉറവിടമേ, അങ്ങ് ഞങ്ങൾ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിനത്തിൽ നാഥ, നിലനിൽക്കുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ജീവിതങ്ങളായി മാറണമെന്നുള്ള ചിന്തകൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ദൈവമേ, ആഴത്തിലുള്ള ചിന്തകൾ ഞങ്ങളുടെ ജീവിതത്തിനപ്പം ഏറ്റവും ഹൃദയസ്ഥമായി തന്നെ കർത്താവിന് വേണ്ടി നിലനിൽക്കുന്ന ഫലങ്ങൾ ഈ ആയുസ്സിൽ പുറപ്പെടുവിക്കുവാൻ സഹായിക്കണം. അതിൽ ഞങ്ങൾ ക്രിസ്തുവിൽ വസിക്കുവാൻ, ഞങ്ങൾ പ്രാർത്ഥന ജീവിതം നയിപ്പാൻ, ഞങ്ങൾ ദൈവവചനത്തെ അനുസൃതമായ ജീവിതം നയിക്കുവാൻ കർത്താവ് ഞങ്ങൾ ഒരുക്കി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ നാഥ ദൈവം അതിൽ
കർത്താവ് ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യാൻ സഹായിക്കണമേ. സ്വയവർജകമായ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവെ ഭൂമിയിൽ ഞങ്ങൾ ദൈവരാജ്യത്തിന് നൽകുന്ന ഫലങ്ങൾ അത് നിലനിൽക്കുന്ന ഫലങ്ങളായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. ധ്യാനത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിലടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിന്റെ മക്കളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. എല്ലാ നാളിലും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്തല്ലോ. ആ ക്രിസ്തുവിൻ്റെ സമാധാനം, അനുഗ്രഹം, നന്മ ഏവരും അനുഭവിക്കുവാൻ സർവശക്തനായ ദൈവമേ തിരുവുള്ളമുണ്ടായി അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും അവിടുത്തെ ആത്മാവിനെ പകരണമേ. അടിയങ്ങളെ പൂർണ്ണമായി ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. യേശു രക്ഷിതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കർത്താവിൻ്റെ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം ശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങൾ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വം ഇന്നും എന്നേക്കും പിതാവിനുള്ളതല്ലോ. ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളും. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ കൃപാനുഗ്രഹം, നന്മ നിങ്ങളേവരോടും സദാകാലം കൂടിയിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. പ്രിയമുള്ളവരെ, ഒരേ ഒരു ആയുസ്സേ നമുക്ക് ദൈവം നൽകിയിട്ടുള്ളൂ. നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിത്വങ്ങളായി തീരാം. ദൈവം അതിനായി നമ്മെ ഒരുക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. താങ്ക് യു വെരി മച്ച്.